കല്ലോ മണ്ണോ സിമന്റോ ഉപയോഗിച്ചല്ല, ഉപ്പുകൊണ്ട് തീർത്ത ഒരു ദൈവാലയം ലോകത്തിലുണ്ട്. ഈ ദൈവാലയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ 13-ാം നൂറ്റാണ്ടിലേക്ക് സഞ്ചരിക്കണം. പോളണ്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ഉപ്പുഖനികളിൽ ഒന്നിലാണ് റോക്ക് സോൾട്ട് കത്തീഡ്രൽ. നിരവധി അറകൾ, ഉപ്പുവെള്ള തടാകങ്ങൾ, രൂപങ്ങൾ, ഉപ്പിൽ കൊത്തിയെടുത്ത ചാപ്പലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പണ്ടുകാലത്ത് പോളിഷ് ജനതയുടെ ഭൂരിഭാഗം പേരും ഉപ്പുഖനികളിലാണ് ജോലി ചെയ്തിരുന്നത്. ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് പ്രാർത്ഥിക്കാനും കുർബാന അർപ്പിക്കാനും വേണ്ടിയാണ് ഈ ഉപ്പു ദൈവാലയം നിർമ്മിച്ചത്. അണ്ടർഗ്രൗണ്ട് സാൾട്ട് കത്തീഡ്രൽ എന്ന പേരിലാണ് ഈ ദൈവാലയം അറിയപ്പെടുന്നത്. ഈ കത്തീഡ്രലിനുള്ളിൽ നിരവധി ചാപ്പലുകളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെന്റ് കിങ്ങയുടെ ദേവാലയം. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ദേവാലയം കൂടിയാണ് സെന്റ് കിങ്ങയുടെ ഈ ദേവാലയം. പോളണ്ടിലെ വീലിസ്ക ഖനികളിൽ 330 അടി ഭൂമിക്കടിയിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ദേവാലയത്തിനുള്ളിൽ ഈശോയുടെ ജനനം, അന്ത്യത്താഴം, കുരിശുമരണം എന്നിവ ഉപ്പിൽ തീർത്ത രൂപങ്ങളുണ്ട്. വിശുദ്ധരുടെ രൂപങ്ങളും ബൈബിൾ രംഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ബലിപീഠം വരെ ഉപ്പിൽ തീർത്തതാണ്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹംഗേറിയൻ രാജാവായ ബെല്ല 4-ാമന്റെ മകളായിരുന്നു കിങ്ങ. വിവാഹം കഴിക്കാൻ ആയിരുന്നില്ല, മറിച്ച് നിത്യവും കന്യകയായി ജീവിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം. എന്നാൽ ബോൾസ്ലാവ് എന്ന യുവ പോളിഷ് രാജകുമാരൻ അവളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു. കിങ്ങ മനസ്സില്ലാ മനസ്സോടെ രാജാവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. വിവാഹ സമ്മാനമായി എന്താണ് വേണ്ടതെന്ന് പിതാവ് കിങ്ങയോട് ചോദിച്ചപ്പോൾ കിങ്ങ പറഞ്ഞു തനിക്ക് സ്വർണമോ ആഭരണങ്ങളോ ഒന്നും വേണ്ട, എന്നാൽ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടു. പോളണ്ടിൽ ഉപ്പില്ലാത്തതിനാൽ അവൾ പിതാവിനോട് ഉപ്പ് ചോദിച്ചു. കിങ്ങയുടെ പിതാവ് അത് സമ്മതിക്കുകയും തന്റെ ഏറ്റവും വലിയ ഉപ്പുഖനി അവൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. കിങ്ങയും അവളുടെ ഭർത്താവ് ബോലെസ്ലാവും അവരുടെ ഭരണം അവരുടെ ജനസേവനത്തിനായി നടത്തി. ദരിദ്രരെ സഹായിക്കുന്നതിനും കുഷ്ഠരോഗികളെ പരിപാലിക്കുന്നതിനുമായി കിങ്ങ തന്റെ സമയം ചെലവഴിച്ചു. 1279 ബോലെസ്ലാവ് രാജാവ് മരിച്ചപ്പോൾ കിങ്ങ തന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് നൽകുകയും സാൻഡെക്കിലെ പുവർ ക്ലേയേഴ്സ് ആശ്രമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. രാജ്യം ഭരിക്കുന്നതിലെ തന്റെ ഉത്തരവാദിത്തങ്ങളിൽ തുടരുന്നതിനു പകരം പ്രാർത്ഥനയ്ക്കായി ജീവിതം സമർപ്പിക്കാൻ കിങ്ങ താൽപര്യപ്പെട്ടു. കിങ്ങ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. 1292 കിങ്ങ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 1690 അലക്സാണ്ടർ 8-ാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 1695 പോളണ്ടിന്റെയും ലിത്വനീയയുടെയും മധ്യസ്ഥയായി അവളെ തിരഞ്ഞെടുത്തു. 1999 ജൂൺ 16 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ കിങ്ങയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന് നന്ദി സൂചകമായി വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പയുടെ ഒരു പ്രതിമയും ഗനിയിലെ സെന്റ് കിങ്ങ ചാപ്പലിൽ ലൂർദ് മാതാവിന്റെ സാൾട്ട് ക്രിസ്റ്റൽ ശില്പത്തോടൊപ്പം സ്ഥാപിച്ചു. ഹോളി ക്രോസ്, സെയിന്റ് ജോൺ, സെയിന്റ് ആന്റണി, സെയിന്റ് ജോൺ പോൾ 2-ാമൻ എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ചാപ്പലുകളും ഗനിയിലുണ്ട്. ഈ ദേവാലയത്തിൽ ഇപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു.